ഹായ് ഹലോ മിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഒരു വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചിട്ട് വേണമെങ്കിൽ ഈ വീഡിയോ കാണാം. നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ, അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് എന്നറിയാം. തീർച്ചയായിട്ടും നമ്മൾ കാർഡെല്ലാം ഷഫിൾ ചെയ്തിട്ടുണ്ട്. അവർ ഒരു കെണിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്താണ് എന്നുള്ളത് വീഡിയോ മുഴുവനായിട്ട് കാണാം. നമ്മൾ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരുന്ന് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ കാണുമ്പോൾ തികച്ചും ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, നല്ല രീതിയിൽ എന്താ പറയുക, ആ ഒരു എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം, ആ വ്യക്തിനെ പറ്റി ചിന്തിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാം. അതിനിടയ്ക്ക് മറ്റു പരിപാടികൾക്ക് പോകാതിരിക്കുക. വീഡിയോ കാണുന്നെങ്കിൽ മുഴുവനായിട്ട് കാണാം. ഓക്കെ. പിന്നെ ഇതീ പറയുന്നത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് കാണുന്ന ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കാം. പക്ഷേ ഒരിക്കലും ഇത് നിങ്ങളുടെ ആക്യുറേറ്റ് ആയിട്ടുള്ള എനർജി അല്ല. സാഹചര്യങ്ങൾ ഒത്തുപോകുന്നുണ്ടാകാം. നിങ്ങളുടെ ഒരു ആക്യുറേറ്റ് എനർജി കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക തന്നെ വേണം. താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ജസ്റ്റ് ഹായ് എന്ന് അയച്ചാൽ മതി. നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള റീഡിംഗ് എടുക്കുന്നുള്ളൂ. താല്പര്യമുള്ളവർ മാത്രം വരാം. നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും. സന്തോഷിപ്പിക്കുന്ന കാര്യമായിരിക്കില്ല മേ ബി. നിങ്ങളുടെ ആ കാർഡിന് നമ്മൾ ചോദ്യത്തിന് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ എന്നാണ് വരുന്നത് അത് പറയും. നിങ്ങൾക്കൊരു സൊല്യൂഷനാണ് ആവശ്യം, അല്ലാതെ നിങ്ങളെ സന്തോഷിപ്പിച്ച് വിടാൻ നമ്മുടെ ഉദ്ദേശമില്ല. താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ. പിന്നെ നമ്മൾ പല ടോപ്പിക്കിലും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ പോയാൽ കാണാവുന്നതാണ്. ഈ ചാനലുകൊണ്ട് നമ്മുടെ മറ്റേ വേറൊരു ചാനലിൻ്റെ മിഷാനി 111 ഡയറക്റ്റ്, അതിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇത് അപ്ലോഡ് ചെയ്യുന്ന അതേ ടൈമിലാണ്. നിങ്ങളറിയാതെ നിങ്ങളാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു ടോപ്പിക്കിൽ ആ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ അതിൽ പോവാം. അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ അറിയാം, അല്ലെങ്കിൽ അതറിയാൻ സാധിക്കില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, അവരകപ്പെട്ടിരിക്കുന്ന കെണി കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ കാർഡിൽ പറയുന്നത് നോക്കാം. ഓക്കെ. ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയൊരു വ്യക്തിയായിരിക്കും. നിങ്ങൾ തമ്മിൽ ജാതി, മതം, ട്രസ്റ്റ് ഇഷ്യൂ, വിവാഹേതര ബന്ധങ്ങൾ, അങ്ങനെ ഒരുപാട് ഇഷ്യൂ, ഒരു ബന്ധത്തിനുണ്ടാകുന്ന എല്ലാ ഇഷ്യൂസും, ട്രസ്റ്റ് ഇഷ്യൂ, ഈഗോ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പായി, കുറേ കാര്യങ്ങൾ നിങ്ങളോട് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചു, മൊത്തം വഴക്കായി, പ്രശ്നമായി, ബ്രേക്കപ്പായി, അല്ലെങ്കിൽ മൊത്തത്തിൽ അകന്നു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ബ്ലോക്കൊക്കെ ചെയ്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാട്ടം ഇല്ലാത്തൊരവസ്ഥേനായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആ വ്യക്തിനെ ആയിരിക്കും മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളതെങ്കിൽ ആ വ്യക്തി നല്ല 8ന്റെ പണി കിട്ടിയിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് തന്നെ പറയാം. ഈ ഒരു അവസ്ഥയിൽ ആ വ്യക്തി ഒരുപാട് ആങ്സിറ്റി, ഭയം, രാത്രി സ്വപ്നങ്ങൾ പേടിപ്പിക്കുന്ന തരത്തിലും എല്ലാ തരത്തിലും എല്ലാ ഒരു ആശയൊക്കെ നശിച്ചൊരു നിരാശയുടെ വക്കിലാണ്. അവർ പോയൊരു സ്ഥലം അവർക്ക് അത്യന്തം സങ്കടമാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് വിഷമിക്കുന്നുണ്ട്. രാത്രിയൊക്കെ ഇരുന്ന് കരയുന്ന ഒരവസ്ഥ, ഒരുപാട് പേടി, ഒരുപാട് പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായിട്ടാകാം, ആ റിലേഷൻഷിപ്പിലാകാം. ഇപ്പോൾ അവർ പോയത് ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച് മറ്റൊരു റിലേഷൻഷിപ്പിലാണ് പോയതെങ്കിൽ അവിടെ ചെന്നപ്പോൾ അവർ പ്രതീക്ഷിച്ച ഒന്നല്ല കിട്ടിയത്. ഇവിടെ കിട്ടിയതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ അവിടെ വല്ലാത്തൊരു കെണിയിൽ ചെന്ന് പെട്ട പോലെ, അത് അവർക്കുള്ളൊരു ശിക്ഷ കിട്ടിയതായിട്ടാണ് മനസ്സിലാവുന്നത്. അവരതിൽ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് വേദനിക്കുന്ന ഒരവസ്ഥ എന്ന് തന്നെ പറയാം. ജെമിനി എന്നൊരു സോഡിയക് സൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലിയോ, സ്കോർപിയോ, വിർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പിന്നെ കാപ്രിക്കോണൊക്കെ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്, ലിബ്ര, ലിയോ. അപ്പോൾ ഇത്തരം സോഡിയക് സൈനൊക്കെ വരുന്നുണ്ട്. 16, 6, 10, 3, 10 റിപ്പീറ്റാണ്, 3 റിപ്പീറ്റാണ്, 15, 11, 13, 5, 19, 10 ഒരുപാട് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്, 9. അപ്പോൾ ഇത്രയും നമ്പേഴ്സൊക്കെ നിങ്ങളുടെ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്തോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളായിട്ട് റെസിനേറ്റ് ആവുന്നുണ്ടോ, നിങ്ങളുടെ തല്ലുകൂടിയ ടൈമോ, അല്ലെങ്കിൽ പിരിഞ്ഞിട്ട് ഇത്ര ദിവസമോ, അല്ലെങ്കിൽ ഇത്രയും ദിവസം കഴിയുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. പലരുടെ സാഹചര്യങ്ങൾ പല ടൈപ്പായിരിക്കാം. ആ ഒരു വ്യക്തി, നമ്പറുകളുടെ പ്രാധാന്യമാണ് പറഞ്ഞത്, ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതാണ്. ഒരു ഡിപ്രഷൻ, ഒരു ഇൻസോമാനിയ, ഒരു അവസ്ഥയിലാണ് പോകുന്നത്. പ്രതീക്ഷകളൊന്നുമില്ല, നിങ്ങളിലേക്ക് തിരിച്ചു വരാനും അവർക്ക് പറ്റുന്നില്ല. അത്തരം ഒരു അവസ്ഥ, കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. പൂർണ്ണമായിട്ടും എന്താ പറയുക, അവരൊരു ആഗ്രഹം സാധിച്ചില്ല എന്ന് തന്നെ പറയാം. അവരെന്തിനു വേണ്ടിയിട്ടാണ് ഓടിപ്പോയത് അതിലേക്ക് ഒന്ന്
സാധിച്ചില്ല, അത് ഇരട്ടി പണിയാവുകയും ചെയ്തു. ഒരു ഡബിൾ കാർഡൊക്കെ വന്നിട്ടുണ്ട്. ഒരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ അവർ പോയ ഏതൊരു ഇതിലാണെങ്കിലും അവർ വീണ്ടും ഒരു കൺട്രോളിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, സാധിക്കുന്നുണ്ടാവില്ല. ഒരു കാര്യത്തിൽ അവരുടെ എല്ലാം എന്താ പറയുക, നെഗറ്റീവ് എനർജീസ് കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം കൂടുതലാണ്. പരസ്പരം ഇപ്പോൾ പോയ സ്ഥലത്താണെങ്കിൽ എവിടെയാണെങ്കിൽ ആ ഒരു ബന്ധത്തിൽ അവർ പോയൊരു സ്ഥലത്ത്, നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഒരു പണസംബന്ധമായിട്ടൊരു പണി കിട്ടിയതായിരിക്കാം, കരിയറിൽ പണി കിട്ടിയതായിരിക്കാം, ചിലപ്പോൾ നല്ല ജോലി കിട്ടിയപ്പോൾ നിങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോയതായിരിക്കാം. അവിടെ ചെന്നപ്പോൾ ആ ജോലിയും പോയി എല്ലാം പോയൊരവസ്ഥ, അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടിയിട്ട് അതിലോട്ട് ഓടിപ്പോയി നിങ്ങളെയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ്. അവിടെ ചെന്നപ്പോൾ കഴിച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഇറക്കാനും പറ്റില്ല, മതിരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല എന്നൊരവസ്ഥയിൽ ലോക്കായി പോയിരിക്കുന്ന ഒരവസ്ഥ കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ ഒരു സാഹചര്യത്തിലായിരിക്കാം, അങ്ങനെ ഏതൊരു സാഹചര്യം ആയിരിക്കാം. അവരൊരു പെട്ടിരിക്കുന്നൊരവസ്ഥയാണ്. ഒരുപാട് മത്സരങ്ങളെ, സംഘർഷങ്ങൾ, അടിപിടി, വീട്ടിൽ പ്രശ്നങ്ങൾ, പണ്ട് ആരൊക്കെ ഇവരോട് എന്തൊക്കെ ഓക്കെ പറഞ്ഞിട്ടാണ് ഇവരങ്ങോട്ട് ഓടിച്ചെന്നത്, അവിടെയെല്ലാം ഇപ്പോൾ നോട്ട് ഓക്കെയാണ്, ഒട്ടും ശരിയല്ല. അവരൊക്കെ കയ്യും കാലൊക്കെ മാറിക്കഴിഞ്ഞു. ഇവരാകപ്പാടെ പെട്ടിരിക്കുന്ന ഒരവസ്ഥ, ഒരു ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി കടന്നു പോകുന്നത്. നിങ്ങൾ തന്നെയായിരുന്നു നല്ലത് എന്ന് ഈ ഒരു സമയം അവർക്ക് തോന്നുന്നുണ്ട്. ആ ഒരു സമയത്ത് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു, ഒരു സെലിബ്രേഷനൊക്കെ ആയിരുന്നു. കൂട്ടുകാരുടെ കൂടെ പോയി, അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആവാം, എന്താണെങ്കിലും പോയി അതിലൊരുപാട് ഹാപ്പിനെസ്സും കാര്യങ്ങളെല്ലാം കണ്ട് അടിച്ച് പൊളിച്ച് നടന്നിരുന്നേ. നിങ്ങളുടെ അടുത്തുനിന്ന് പോയപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു. ദെൻ പതിയെ ക്രമേണ ചിലപ്പോൾ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവരിലേക്ക് വന്നിട്ടുണ്ടാവില്ല. എല്ലാം റിവേഴ്സ് അടിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഈ കർമ്മ എന്ന് പറയുന്ന പോലെ നിങ്ങളെയൊക്കെ വേദനിപ്പിച്ചതിന് ഒക്കെ ഉള്ളൊരു എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നൊരു 3 months ഒക്കെ കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു ടവർ മൊമെൻറ്റ് വന്നു. സഡൻലി അവർ പോയിക്കൊണ്ടിരുന്ന വളരെ ഭംഗിയുള്ള റിലേഷൻഷിപ്പ് വളരെ പെട്ടെന്ന് തകർന്നടിയുന്നൊരവസ്ഥ, ഒരു ടവർ മൊമെൻറ്റ് വന്നു. അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. അവരൊട്ടും പ്രതീക്ഷിച്ചൊരു കാര്യമായിരുന്നില്ല. വളരെ പെട്ടെന്ന് സഡൻലി സംഭവിച്ചൊരു ദുരന്തം. അവരൊരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇന്ന് രാത്രി വരെ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടിരുന്ന അവരുടെ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് ഒരൊറ്റൊരു ദിവസം കൊണ്ട് സഡൻലി ചേഞ്ച് ആവുന്നത്. അത് ഏത് തരത്തിലാവാട്ടോ, റിലേഷൻഷിപ്പ് തന്നെയെന്നല്ല, പണസംബന്ധമായിട്ടുള്ള വലിയൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അങ്ങനെ പല ഒരു കാര്യം നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലാകപ്പാടെ പെട്ടുപോകുന്നൊരവസ്ഥ, റിലേഷൻഷിപ്പൊക്കെ തകർന്ന് തരിപ്പണമായി വല്ലാത്തൊരവസ്ഥയായിരിക്കാം. ഫുൾ നെഗറ്റിവിറ്റിയാണ് ഇപ്പോഴത്തെ ഒരു സമയത്ത്. സൺകാർഡൊക്കെ റിവേഴ്സാണ് വരുന്നത്. എന്താ പറയുക, മൊത്തത്തിൽ തളർന്നു പോയൊരവസ്ഥ, ഒരു ഡിപ്രഷൻ്റെ അവസ്ഥ, ദുഃഖം തന്നെയാണ്. ആരും കെയർ ചെയ്യാനൊന്നുമില്ല, ശ്രദ്ധിക്കാനൊന്നുമില്ല, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എവിടെ തുടങ്ങണം എന്നൊന്നും അറിയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ കാര്യങ്ങളിൽക്കൂടെ മൊത്തത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ തലകുത്തി നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് തന്നെ പറയാം. ഓക്കെ, അത്തരം ഒരു സാഹചര്യത്തിന് പറയുന്നുണ്ട്. പിന്നെ അവർ ചിലപ്പോൾ ഈ വ്യക്തി ചിലപ്പോൾ ഒരു പണത്തിന് പിന്നാലെ ഓടിപ്പോയതായിരിക്കാം. നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പണത്തിന് വേണ്ടി മാത്രമുള്ളൊരു ഓട്ടം, അതിന് വേണ്ടി എന്തിനും തയ്യാറാവുന്നൊരവസ്ഥ, അതിലേക്ക് അവരങ്ങനെ പോയി എന്താ പറയുക, മൊത്തത്തിലൊരു പരാജയമായി പോയി, മൊത്തത്തിലൊരു നഷ്ടമായി പോയി, ഒരു സക്സസ് ഇല്ലാത്തൊരവസ്ഥയായി പോയി, അതിനെ അളക്കേണ്ടി വരുന്നൊരവസ്ഥ. എന്താ പറയുക, ഒരു സ്റ്റേബിലിറ്റി ഇല്ല, ഒരു നിലനിൽപ്പുണ്ടായില്ല. ആ സമയത്ത് പൊങ്ങി ഉയർന്ന് സെറ്റായി പോയെങ്കിലും മൊത്തത്തിൽ തകർന്നടിയുന്ന പോലത്തെ ഒരു ഇത്. ഇനി രണ്ടാമത് ഇതിനെ എവിടെ തുടങ്ങണം, എങ്ങനെ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ ഒരു ഐഡിയ ഇല്ലാതെ ആകപ്പാടെ പെട്ടിരുന്നത്. അതാണ് ഈ ഒരു ഡിപ്രഷൻ്റെ സ്റ്റേജൊക്കെ. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അങ്ങനെ അത്തരം ഒരു അവസ്ഥയിൽ നിങ്ങളെ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തി പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. ചിലപ്പോൾ കുറേ പേർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടാകാം. എന്നെ ഉപേക്ഷിച്ച് പോയതല്ലേ, നിനക്ക് ഇത് തന്നെ വേണമെന്നൊരു എനർജി ചിലപ്പോൾ അത് അവർക്ക് കിട്ടാനുള്ളതായിരിക്കാം. നിങ്ങളോട് അത് ചെയ്തതിനുള്ളൊരു ഇതായിരിക്കും അവർക്ക് കിട്ടുന്നത്. ഒട്ടും ഒരു കൺട്രോളില്ലാത്തൊരവസ്ഥയിൽ കൂടെയാണ് അവർ പോകുന്നത്. അവരൊരു വളരെ ചീത്ത സമയം എന്ന് പറയാം. അവരതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അവർ ആ കാലഘട്ടം, ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവിക്കേണ്ടതായിരിക്കാം. അതുകൊണ്ടായിരിക്കും അതൊരു നെഗറ്റീവ് ഫേസ്, ഇത്തരം ഒരു തലത്തിൽ കൂടെ ആ വ്യക്തി കടന്നു പോകണമായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ വില മനസ്സിലാക്കണമായിരിക്കാം, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അവരൊരു ലൈഫിൽ അവർ പഠിക്കാനുണ്ടായിരിക്കാം. അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ആയിരിക്കും ഈ ഒരു സിറ്റുവേഷൻ. എന്ത് തന്നെയാണെങ്കിലും ഇതിന് പറയുന്നത് ഒരു പൂർണ്ണ പരാജയമാണ്. ഒരു പുറത്തൊരു 10 വാളൊക്കെ കുത്തിക്കയറി കിടക്കുന്നൊരവസ്ഥ, ആഴത്തിലുള്ള ഒരുപാട് മുറിവുകൾ അവർക്ക്, ഇത് ഒരുപാട് ചതി, വഞ്ചന, നഷ്ടങ്ങൾ, വല്ലാത്ത പ്രാരാബ്ദങ്ങൾ, ഒരു പരാജയത്തിനെ നേരിട്ടിട്ട് എന്താ പറയുക, പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു. ഇനി മുന്നോട്ടൊരു ഒന്നുമില്ല, ഒരു ഹോപ്പ് ഒന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ, ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ്ങിലാണ് ഇപ്പോൾ ആ വ്യക്തി ഇരിക്കുന്നത്.
അതുപോലെ തന്നെ ഇത് ചിലപ്പോൾ ഈ വ്യക്തി ഓടിപ്പോയത് ഒട്ടും അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അത് പണത്തിൻ്റെ കാര്യമാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഒട്ടും അൺഫെയർ അല്ലാത്തൊരു കാര്യം, ഒരു എന്താ പറയുക, ഒരു സത്യസന്ധത ഒട്ടുമില്ലാത്തൊരു ബന്ധം കാര്യങ്ങളൊക്കെ ആയെന്ന് അവർ തിരിച്ചറിയുന്നുണ്ടാകാം ഈ സമയത്ത്. ഇത് അവർക്കുള്ളൊരു ശിക്ഷയായിരിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പല കാലിലും അത് പറയുന്നുണ്ട്, ഒരു പനിഷ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ ഇത്തരം ഒരു ഘട്ടത്തിൽ കൂടെ കടന്നു പോകേണ്ടതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഇത് കുറച്ച് പേർക്കൊക്കെ ഈ ഒരു സിറ്റുവേഷനിലായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിലോട്ട് വരുന്നുണ്ടാകുള്ളൂ. എന്ന് തന്നെയാണ്, ഒരു ഹാർമണിയോട് കൂടിയല്ല ഈ ഒരു ബന്ധം പോകുന്നത്, ഒരു അലൈൻമെൻറ്റ് തെറ്റിയാണ് പോകുന്നത്. ഓക്കെ, ഒറ്റപ്പെട്ട ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ ആയിരിക്കാം, ഒരു ടീം വർക്കോ കാര്യങ്ങളില്ല. ബന്ധത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും എന്തിനാണെങ്കിലും ഒരുമിച്ച് കൂടി അപ്പം വഴക്ക് എന്ന രീതിയിലാണ്. ഒരു ഗ്രൂപ്പിൽ ഒരുപാട് വഴക്കുകൾ, കോൺഫ്ലിക്റ്റ്, ഒരുപാട് തേർഡ് പാർട്ടീസ് ഉണ്ടാകാം അവർക്കിടയിൽ, അല്ലെങ്കിൽ അവരുടെ ചുറ്റിനും. പൂർണ്ണമായിട്ടും എന്താ പറയുക, ഒരു പരാജയം, ഒരു ഫുൾ പരാജയം എന്ന രീതിയിലാണ്. ഈഗോ ഒക്കെ ഈ ഒരു വ്യക്തിക്ക് വളരെ കൂടുതലായിരിക്കും. ഒരു കോൺഫിഡൻസ് കുറഞ്ഞൊരു സമയം, ഒരു അംഗീകാരമില്ലായ്മ, ആരും ഒന്നും ഒരു വിലയൊന്നും കൊടുക്കുന്നുണ്ടാവില്ല. അവിടെ വേണം ഇവിടെ വേണം, ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളതിനെ വില മതിക്കുമോ എന്നൊക്കെ പേടിച്ച് വരാനും പേടിച്ച് ഭയന്നിരിക്കുന്ന ഒരു ഇത്. അവരെല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു, ഒന്നുമില്ല. പൂർണ്ണ പരാജിതനായി അല്ലെങ്കിൽ പരാജിതയായി നിൽക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് ചിലപ്പോൾ അവർക്കൊരു പേഴ്സണലായിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ കാരണമാവാം. ഇത് നിങ്ങൾ കണ്ടതിനൊക്കെ ഒരുപാട് വ്യത്യാസം അവർക്ക് വന്നിട്ടുണ്ടാകാം ഈ ഒരു സമയം, അല്ലെങ്കിൽ ഇനി വരുന്നുണ്ടാകാം. അവർക്ക് തോൽക്കുമോ എന്നൊരു ഭയം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അവർക്ക് ഇതിൽ നിന്ന് മാറാനൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്, റിവേഴ്സാണ് വന്നിട്ടുള്ളത്. എന്തു തന്നെയാണെങ്കിലും അവർ വല്ലാത്തൊരു കെണിയിൽ, വല്ലാത്തൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ്. ഇനി എന്ത് ചെയ്യണം, മുന്നോട്ട് എങ്ങനെ വേണം എന്നൊന്നും അറിയാത്തൊരവസ്ഥയും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അകപ്പെട്ടിരിക്കുന്ന ഒരു കെണി, അവരൊരു അവസ്ഥ കാര്യങ്ങൾ, കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഇതീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസണേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മറ്റ് വീഡിയോസ് ഈ ചാനലിലും മറ്റേ ചാനലിലും ആയിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ചാനലിലും ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ താല്പര്യമുള്ളവർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ എല്ലാ വീഡിയോസിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് മറ്റേ വീഡിയോ കാണണമെങ്കിൽ, മറ്റേ ചാനലിൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഇതിൻ്റെ ടൈം ലൈനിൻ്റെ താഴെ പോസ്റ്ററിന് ഇപ്പുറത്തുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാനലിലെത്താം. വേണമെങ്കിൽ അത് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടൈംലെസ് ആണ്, എപ്പോൾ വേണമെങ്കിലും കാണാം. ഒന്നിനെ ഫോഴ്സ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ നിങ്ങളുടെ പേഴ്സണൽ ലേണിംഗ് എടുക്കുക. നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയും, നമ്പർ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് വരാം. ഓക്കെ, അപ്പോൾ പുതിയ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി.